എന്താണ്ട് ഞാനൊരു ഫുൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒരുവിധം വലിപ്പമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടുണ്ട് കഴുകി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് പിച്ചത്തിയും കൊണ്ട്. ഇനി അതിന് വേണ്ട മസാലകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരമുറി സവോള, അരമുറി തക്കാളി, പച്ചമുളക് 7-8 എടുത്ത് എരിവിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കശുവണ്ടിപ്പരിപ്പ്, മല്ലിയില. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഞാൻ തൈരും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയല്ല, കുരുമുളകാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാനിതും ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മളെടുത്ത മസാല എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, നമ്മൾ മേടിച്ച ചിക്കൻ്റെ വലുപ്പത്തിൻ്റെ അനുസരിച്ച് മുളക് പൊടി എടുത്താൽ മതി. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തത്. അവരവരുടെ എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി. ഈ സ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിട്ട്, ചെറിയ സ്പൂണാണ്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെരുംജീരകപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കുക. ഇതിനകത്തേക്കും എല്ലാം എന്താണ് ചിക്കനെല്ലാം നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ മസാല എല്ലാം അപ്പം നന്നായിട്ട് ചിക്കനെ പിടിച്ച് കിട്ടിക്കോളും. നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല വട്ടി 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിതിനകത്ത് വെള്ളമൊന്നും വേണ്ട, ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. നമുക്ക് ഇത് അടച്ച് വെച്ച് ഒറ്റയൊരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ വേണ്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അവരവർ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ എന്താണ്ട് നമ്മുടെ ചിക്കന് കുക്കറിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലോട്ടാണ് ആദ്യം എടുത്ത്, അതിനകത്തൊന്നും എടുക്കാൻ പാടായിരുന്നുകൊണ്ടാണ്. ഇനി നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്ത് 4 സൈഡും നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ തന്നെ ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്ര മസാലയും അതിൻ്റെ വെള്ളം എല്ലാം കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ 4 സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ കാല് കെട്ടിക്കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാല് രണ്ടും കൂടെ ഒന്നിച്ച് യോജിപ്പിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചിക്കൻ 4 ഭാഗവും ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഞാൻ ഇവിടെ പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ കനത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നാൽ മതി. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. പാതി തക്കാളി, അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ആദ്യമേ ഞാൻ ഇട്ടതിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറവിട്ട് കൊടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സോയ സോസ്, ഉപ്പ്
നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് മല്ലിയില. നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ച് വെച്ച് അതിൻ്റെ ബാക്കി വന്ന് മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മുടെ ചിക്കന് നമുക്ക് വെച്ച് കൊടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.